വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യം വണ്ടിക്കകത്തൊക്കെ പിന്നെ ബസ്സെടുത്ത് കറങ്ങിയൊന്നും ചെയ്യാലും ഞങ്ങളെ നാണം കെടുത്തല്ലോ. സാറ് തന്നെ മറ്റാരും ജയിക്കത്തില്ല, സാറേ ജയിക്കൂ. വോട്ട് ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങളെടുത്ത്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. ജോലി ചെയ്ത് ക്ഷേമോദി പെൻഷൻ മാറ്റി വിധവാ പെൻഷൻ തന്നു തരണം. ക്ഷേമോദി പെൻഷൻ ഇല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട കാശല്ലേ അത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. നല്ല രീതിയിൽ നടത്തിച്ചിറങ്ങി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ഞങ്ങളിവിടെ കച്ചുവണ്ടി തൊഴിലാളികൾ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഒരു ബസ് കൊണ്ട് ഈ നാട് മുഴുവൻ നടക്കുന്ന എന്തിനാ? ഞങ്ങൾ അത്താഴ പട്ടിണിക്കാർക്ക് ഉറച്ച് അത് തരാത്തണ്ട്. ബസ്സിനകത്ത് കറങ്ങുന്നു. കറുത്ത മുണ്ട് കണ്ടുകൂടാ, കറുത്ത ഉടുപ്പ് കണ്ടുകൂടാ. അതൊക്കെ എത്ര നിയമങ്ങളാ. ആലോചിക്കണം. വോട്ടേ കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഏതാ നിയമം? വണ്ടി തടഞ്ഞു 2 കിലോമീറ്ററിന് അകലെ വന്നതേ ഉള്ളൂ. ആ വണ്ടി എന്തോ കൊച്ചിനെ ഇടിച്ചേച്ച് പറഞ്ഞ് അവൻ മറിഞ്ഞു വീണതാണ്. അതാണ് അതിന്റെ മര്യാദ. പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അവനെ ഇടിച്ച് ചെടിച്ചട്ടിയൊക്കെ എടുത്ത് അടിച്ചു പൊട്ടിച്ച് അവന്റെ തല പൊട്ടിച്ചേച്ച് പറഞ്ഞ് വണ്ടി വന്നപ്പോ പിടിച്ചു മാറ്റിയതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ഈ വാർത്ത കണ്ടതാ അതിന് ചെടിച്ചട്ടി അടിച്ചാ രക്ഷാപ്രവർത്തനം നടത്തും. ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? അവരുടെ പ്രതികരണം കണ്ടല്ലോ. എന്താണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു, രംഗത്തും പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പൊതുവെ പരക്കെ വിശ്വസിക്കുന്ന എന്റെ പണി പോവും ഇവിടെ ഒക്കെ എത്രയോ എലൈറ്റ് ആയിട്ടാണ്, എത്രയോ വിവേകത്തോടു കൂടിയാണ് കശുവണ്ടി തൊഴിലാളികൾ പ്രതികരിക്കുന്നത്. കേരളത്തിലെ വോട്ടർമാർ എന്നുള്ള കാര്യം CPM മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതികരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നാട്ടിലങ്ങും ബസ്സില്ലേ? ഈ ബസ്സും കൊണ്ട് ടൂറൊക്കെ കറങ്ങുന്നല്ലേ. വല്ല പാവത്തുങ്ങൾക്ക് താ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.